നമസ്തേ. മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ശബരിമല കർമ്മസമിതി സംസ്ഥാന ജനറൽ കൺവീനർ ശ്രീ SJR കുമാറാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. മറുപടിയിലേക്ക് സ്വാഗതം. ശബരിമല യുവതി പ്രവേശനത്തിൽ റിട്ട് പെറ്റീഷനുകളും റിവ്യൂ പെറ്റീഷനുകളും സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൻ്റെ പരിഗണനയിലാണ്. 13 വർഷത്തെ പഴക്കമുണ്ട് ഈ കേസിന്. ഈ കേസ് ഹൈന്ദവ സംഘടനകൾ അവധാനതയോടെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യാത്തത് കൊണ്ടല്ലേ ഇത്രയും സങ്കീർണമായത്? ഒരിക്കലുമല്ല. കാരണം ഈ 2006 ഈ പെറ്റീഷന് ഉണ്ടായൊരു സാഹചര്യമുണ്ട്. കൃത്യമായിട്ട് നമ്മൾ ഒന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഭാരതത്തിൻ്റെ സംസ്കാരത്തെയും സനാതന ധർമ്മത്തെയും ഒക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസുര ശക്തികൾ ലോകമെമ്പാടും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. തീർച്ചയായും അവർക്കൊന്നും ഒരിക്കലും അവരുടേതായിട്ടുള്ള ഗുണഫലമായ ഒരു ഫലം കണ്ടില്ല എന്നുള്ളത് കൊണ്ട് വീണ്ടും വീണ്ടും പലതരത്തിൽ ബഹുമുഖങ്ങളായ പദ്ധതികൾ അവർ ഇത്തരത്തിൽ പ്രയോഗിച്ചുകൊണ്ടിരുന്നു. അത്തരത്തിലൊന്നു തന്നെയായിരുന്നു ഈ പറഞ്ഞ ശബരിമല യുവതി പ്രവേശ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ കൊടുത്ത കേസും. അപ്പോൾ 2006 ഈ കേസ് കൊടുത്ത സമയത്ത് ഇതിനുവേണ്ടി ഒരു സന്ദർഭം അവർ ഒരുക്കി. അതിനുശേഷം കേസ് വന്നപ്പോൾ തന്നെ നമ്മുടെ അന്നത്തെ ഇവിടെ ആൾക്കൂടെ കേസ് കൊടുത്തിരുന്നത് കേരള സർക്കാരിനെതിരെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെയും പത്തനംതിട്ട ജില്ലാ കളക്ടർക്കെതിരെയും ഒക്കെ ആയിരുന്നു, തന്ത്രിക്കെതിരെയും, ശബരിമല തന്ത്രിക്കെതിരെയായിരുന്നു. അപ്പോൾ അവരൊക്കെ ആ സമയത്ത് വേണ്ട തരത്തിൽ തന്നെ ആ കേസ് കൈകാര്യം ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദേവസ്വം ബോർഡ് പോലും ഇന്നുള്ളതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് അന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല നിയമോപദേശം എടുത്ത് ഏറ്റവും നല്ല രീതിയിൽ ഡ്രാഫ്റ്റ് ചെയ്തൊരു കൗണ്ടർ സ്റ്റേറ്റ്മെൻറ്റാണ് അവർ സുപ്രീം കോടതിയിൽ കൊടുത്തത്. അതുപോലെ തന്നെ തന്ത്രിയും കൊടുത്തിരുന്നു, കേരള സർക്കാരും ഒക്കെ അത്തരത്തിൽ നീങ്ങിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ പിന്നീട് കേരള സർക്കാർ മാറി പുതിയ ഇടതുപക്ഷ സർക്കാർ വന്നപ്പോൾ ശ്രീ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ സർക്കാർ വന്നപ്പോഴാണ് കേരളത്തിൻ്റെ സർക്കാരിൻ്റെ നിലപാടൊരു മാറ്റം സംഭവിച്ചു. അത് പക്ഷേ അപ്പോഴും ദേവസ്വം ബോർഡ് നിലപാട് മാറിയിരുന്നില്ല. അവർ വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ ശക്തമായ നിലയിൽ യുവതി പ്രവേശനത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ നിലനിൽക്കുന്ന ആചാരം ലംഘിക്കരുത് എന്നുള്ള താല്പര്യത്തോട് നീങ്ങി. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് തുടക്കത്തിൽ എല്ലാ സംഘടനകളും വിചാരിച്ചത് കൃത്യമായിട്ടും ഇത്തരത്തിലൊരു നിലപാടുകൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും തന്ത്രിയുടെ ഭാഗത്തുനിന്നും ഒക്കെ വന്നതുകൊണ്ട് അനുകൂലമായ ഒരു നിലപാടായിരിക്കും എന്ന് പൊതുവെ ധരിച്ചു. കൂടാതെ അതിനു മുമ്പ് ഇതേ വിഷയത്തിൽ ഏതാണ്ട് സമാനമായ ഒരു കേസ് കേരള ഹൈക്കോടതി വന്നിരുന്നു 1991 S. മഹേന്ദ്രൻ വേഴ്സസ് സെക്രട്ടറി ദേവസ്വം ബോർഡ്. ആ കേസിൻ്റെ വിധി നമ്മൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും എങ്ങനെയാണ് ഒരു കോടതി ഇത്തരമൊരു വിഷയങ്ങളെ സമീപിക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ സമീപനം അതുപോലെ തന്നെ ആയിരിക്കും. ഹൈക്കോടതി എങ്ങനെയാണോ കേസിനെ സമീപിച്ചത് എന്നാണ്ട് അതേപോലെ തന്നെ ആയിരിക്കും സുപ്രീം കോടതി സമീപിക്കുന്നത് എന്നുള്ളത് കൊണ്ടും ഈ ഹൈക്കോടതിയിലെ കേസ് ഈ യുവതി പ്രവേശനത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ നിലനിൽക്കുന്ന ആചാരത്തിന് ലംഘനം പാടില്ല എന്നുള്ള നിലപാടിൽ കുറേ കൂടെ കർക്കശമായ നിലപാട് കൂടെ എടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ നിലനിൽക്കുന്ന ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി വന്നാൽ പോലീസ് സംരക്ഷണം കൊടുക്കണമെന്ന് വരെ കേരള സർക്കാർ ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് വരെ വിധി വന്നു. അതുകൊണ്ട് ഒരിക്കലും ഹിന്ദു സമാജമോ ഹിന്ദു സംഘടനകളോ അല്ലെങ്കിൽ ഈ ശബരിമല വിഷയത്തിൽ തൽപരരായ ഒരു കക്ഷികൾ പോലും ഈ കേസ് ഇത്തരത്തിൽ മാറി മറിയുമെന്ന് ഒരിക്കലും ധരിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അല്ല, അന്ന് തന്നെ ഈ ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ആരും കോടതിയെ സമീപിച്ചില്ല അല്ലേ? ഒരിക്കലും ഇല്ല. ഈ 2006 എന്ന് പറയുമ്പോൾ 1991 വിധി വരുന്നത്. അതായത് 1991 ഏപ്രിൽ മാസം 5-ാം തീയതിയാണ് ഹൈക്കോടതിയുടെ വിധി വരുന്നത്. അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷം 2006 സംഭവിക്കുന്നത്. അതിനൊരു പ്രത്യേക കാരണം കൂടെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക സാഹചര്യം രൂപപ്പെടുത്തിയെടുത്തു, ഗൂഢാലോചന നടന്നു. തീർച്ചയായിട്ടും അല്ലേ? അതെ. അന്ന് ഞാൻ കേട്ടിട്ടുണ്ടാകുന്ന ചില ഇംഗ്ലീഷ് പത്രങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള ചില ലേഖനങ്ങൾ വരികയുണ്ടായി. പക്ഷെ അതിൽ ഈ 2006 സുപ്രീം കോടതിയെ സമീപിച്ച സ്ത്രീകൾ തന്നെ പിന്നെ പറയുകയുണ്ടായി അവർക്ക് ചില തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കേസ് ഫയൽ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ അവർ അതിൽ നിന്ന് പിൻവലിയുകയും ചെയ്തു. കാരണം ശബരിമലയിൽ സ്ത്രീകൾക്കേ പ്രവേശനമില്ല എന്നായിരുന്നു അവർ കരുതിയിരുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കോടതിയെ സമീപിക്കുകയും ചെയ്തത്. അതായത് നമ്മൾ ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ 2006 ജൂലൈ മാസം 1-ാം തീയതി ഒരേ സമയം 2 പത്രങ്ങൾ, അത് യാദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കില്ല. അത് ഹിന്ദുസ്ഥാൻ ടൈംസിൽ ബർഖാദത്തിൻ്റെ ഒരു ലേഖനവും ടൈംസ് ഓഫ് ഇന്ത്യയിൽ ശർമിള പണ്ഡിറ്റ് എന്നൊരു ലേഡിയുടെ
ഒരു ലേഖനവും ഒരേ ദിവസം വരികയാണ്. ഇത് രണ്ടും ശബരിമലയെ ആസ്പദമാക്കിയാണ് യുവതീ പ്രവേശത്തിനെ അനുകൂലിക്കുന്ന തരത്തിലേക്ക് സമൂഹത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിശദാംശങ്ങൾ അടങ്ങിയതായിരുന്നു. അതേപോലെ തന്നെ തൊട്ടടുത്ത ദിവസം 2-ാം തീയതി ജൂലൈ 2-ാം തീയതി വീർ സാംഘവിയുടെ ഒരു ലേഖനം ഹിന്ദുസ്ഥാൻ ടൈംസിൽ വീണ്ടും വരുന്നു. കൂടാതെ 16-ാം തീയതി ഒന്ന് തന്നെ, അതായത് വീണ്ടും 16-ാം തീയതി അതേ മാസം 16-ാം തീയതി ദി വീക്ക് എന്ന വാരികയിൽ 3 പേര് ഒന്നിച്ചൊരു ലേഖനം എഴുതി, അതും ഇതേ വിഷയം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ ഒരു ഒരുക്കം നടന്നിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. അതിനപ്പുറം മറ്റൊരു വിഷയം കൂടി ഇതിനകത്ത് പറയാനുള്ളത്, ഈ പത്രം നമുക്ക് ഇന്നും ആ പത്രത്തിൽ നമുക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ്. അതിൻ്റെ പേപ്പർ കട്ടിങ്സ് ഒക്കെ അവൈലബിൾ ആണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതിൻ്റെ ഒരു പത്രത്തിൽ എനിക്ക് തോന്നുന്നു ടൈംസിലാണെന്ന് തോന്നുന്നു, ആ ആർട്ടിക്കിളിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിരുന്നത് തന്നെ ജയമാല എന്നൊരു സ്ത്രീയാണ്. അതായത് ജയമാല എന്നൊരു സ്ത്രീ ശബരിമലയിൽ പ്രവേശിക്കുകയും ആ ശബരിമല അയ്യപ്പൻ്റെ വിഗ്രഹത്തിൽ തൊട്ടു എന്നത് തെറ്റാണെന്ന് കണക്കാക്കി അവിടെ ഈ എന്താ പറയുക ശുദ്ധിക്രിയകൾ നടത്തി. അതെന്തിന് ഒരു സ്ത്രീ ഒരു ഐഡലിനെ തൊട്ടാൽ, ഒരു വിഗ്രഹത്തെ തൊട്ടാൽ എങ്ങനെ അശുദ്ധിയാകും എന്നുള്ളതായിരുന്നു അതിൻ്റെ മെയിൻ കണ്ടന്റ്. ഇത് പക്ഷേ ഇന്നും സമൂഹം വേണ്ടത് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഈ പൂർണ്ണമായിട്ട് ഈ കേസിനെ ആസ്പദമാക്കിയ ഈ ലേഖനവും അത് അടിസ്ഥാനപ്പെടുത്തിയ ഈ ഒരു സംഭവം, ജയമാലയുടെ സ്വാമി അയ്യപ്പൻ്റെ വിഗ്രഹത്തിൽ കടന്നു പിടിച്ചു എന്നുള്ള ഒരു സംഭവം ആണെന്നുള്ളത് നമുക്ക് ശുദ്ധ കളവല്ലേ അത്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് അത് സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ശബരിമല സന്ദർശിച്ച ആർക്കും അത് ഒരിക്കലും നടക്കാവുന്ന കാര്യമല്ല, അസാധ്യത്തിൽ അസാധ്യമാണ്. പക്ഷെ അത് സൃഷ്ടിക്കപ്പെട്ടു. അവർ പറയുന്നു ഞാൻ ചെയ്തു, എന്നിട്ട് അത് ശുദ്ധിക്രിയ നടത്തി. അത് തെറ്റായി ഒരു യുവതി, നമ്മൾ അറിയേണ്ട ഒരു വിഷയം, കേരളത്തിലെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ യുവതി പോട്ടെ, പുരുഷന്മാർക്ക് പൂജാരി അല്ലാത്ത, ആ ക്ഷേത്രത്തിലെ പൂജാരി അല്ലാത്ത ഏതെങ്കിലും ഒരാൾക്ക് ഒരു വിഗ്രഹത്തിൽ കടന്നു പിടിക്കാനോ ആ ഗർഭഗൃഹത്തിൽ കടക്കാനോ ഉള്ള അവകാശമുണ്ടോ? ഇല്ലെന്നുള്ള പെരുക്കറിയപ്പെടുന്ന വിഷയമല്ലേ. അതിനെയാണ് യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്തത്. പക്ഷേ നമ്മൾ കാണേണ്ടത് ഈ വിഷയം കോടതിയിൽ വേണ്ട തരത്തിൽ പരാമർശിക്കപ്പെട്ടില്ല, വിധിയിൽ ഒരിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആരംഭം തന്നെ ഒരു ഒട്ടും അടിസ്ഥാനമില്ലാത്തൊരു വിഷയമാണെന്നുള്ളതും നേരത്തെ പറഞ്ഞ ആ ഗൂഢാലോചനയുടെ തത്വത്തിലേക്ക് നമ്മൾ നീങ്ങേണ്ടി വരും. 2018 സെപ്റ്റംബർ 28-ാം തീയതിയിലെ സുപ്രീം കോടതി വിധിയിൽ ഈ ജയമാല വിഷയം പരാമർശിച്ചിട്ടില്ല. ഒരിക്കലും ഒരിടത്തിൽ 411 പേജുള്ള. പക്ഷേ ഈ ജയമാല വിഷയത്തിലായിരുന്നു ഈ കേസിന്റെ തുടക്കം. അങ്ങനെയാണ് അതിനെ ചോദ്യം ചെയ്തത് ഈ പത്രത്തിൽ. അതായത് ഈ ഒറിജിനൽ പെറ്റീഷൻ കൊടുത്തിരിക്കുന്ന യങ് ലോയേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ പ്രസിഡന്റ് നൗഷാദാണ്. ഒരുപാട് ചരിത്രമുണ്ട് ഇതിൻ്റെ പിന്നിൽ. ആ സംഘടനയിൽപ്പെട്ട അതിൻ്റെ ജനറൽ സെക്രട്ടറിയായിട്ട് ഭക്തി പർസീജ എന്നൊരു അഡ്വക്കേറ്റും കൂടാതെ മറ്റ് 4 സ്ത്രീകളും ചേർന്ന് അങ്ങനെ 5 പേരാണ് ഒറിജിനൽ പെറ്റീഷനേഴ്സ്. ഭക്തി പർസീജ 2 തരത്തിലാണ് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഈ ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലും സ്വന്തം നിലയിലും, അങ്ങനെ 2. പിന്നെ ഈ 4 മറ്റ് വനിതകൾ, പരിണാകുമാരി ഉൾപ്പെടെയുള്ള മറ്റ് 4 വനിതാ അഡ്വക്കേറ്റുമാരുമാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഈ കേസിന് അടിസ്ഥാനമാക്കിയത് അതിനകത്ത് തന്നെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ പത്രത്തിൻ്റെ റിപ്പോർട്ടുകളാണ്. ഇവർക്കല്ലാതെ ശബരിമല എവിടാണെന്നോ ഒന്നും അറിയില്ല, അയ്യപ്പൻ ആരാണെന്നോ യാതൊരു ബോധ്യമില്ല. ശബരിമലയെക്കുറിച്ച് അല്ലെങ്കിൽ ശബരിമല തെറ്റായ ചില കാര്യങ്ങൾ നടക്കുന്നു, യുവതികളെ പ്രവേശിപ്പിക്കുന്നില്ല, യുവതികൾ അയ്യപ്പൻ്റെ വിഗ്രഹത്തിൽ തൊട്ടത് ശരിയായില്ല, അത് ശുദ്ധിക്രിയ നടത്തി പരിഹരിച്ചു എന്ന് പറയുമ്പോൾ യുവതികളെ ആക്ഷേപിക്കുകയാണ് എന്ന തരത്തിൽ എഴുതപ്പെട്ട ഒരു ലേഖനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കേസ് തന്നെ. അപ്പോൾ ഈ ബർക്കാദത്തും വീർ സാംഘവിയും ഒക്കെ കേസ് കൊടുക്കാൻ ഒരു പശ്ചാത്തലം ഒരുക്കി. തീർച്ചയായിട്ടും അത് കൃത്യതയാണ്. ഞാൻ പറഞ്ഞത് ഒരേ ദിവസം തന്നെ ഒരേ വിഷയത്തിൽ 2 പത്രത്തിൽ വരിക എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടിട്ടില്ല. കാരണം ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണെന്ന് ആലോചിക്കണം. അതെ, കറണ്ട് അഫയേഴ്സ് ആണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് പരാമർശിക്കപ്പെടാം, ഒന്നല്ല, എല്ലാ പത്രങ്ങളും ഒരേപോലെ വരും. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് അസ്തമിച്ച് കഴിഞ്ഞ ചില വാർത്തകളെ വീണ്ടും പുനരാവിഷ്കരിച്ചുകൊണ്ട് വരുന്ന ഒരു കാര്യം വളരെ വളരെ ആസൂത്രിതമായിട്ട് തന്നെ നടന്നിരിക്കുന്നെന്ന് കാണുന്നതാണ്. ഈ ഗൂഢാലോചനക്ക് പിറകിൽ ഏത് ശക്തികളാണ് താങ്കൾ പറയുകയുണ്ടായ നേരത്തെ? ചില ആസുര ശക്തികൾ പണ്ട് കാലം മുതൽ തന്നെ ഈ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്, തകർക്കുക, സനാതനധർമ്മത്തെ തകർക്കുക എന്നുള്ളത്. ഇതിന് പിറകിലുള്ള ശക്തികൾ ആരാണ്? തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനെ ആരൊക്കെ ഇനി പ്രവർത്തിച്ചു എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കാരണം ഭാരതത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ ലോകമെമ്പാടുമുള്ള ആളുകളെ ആകർഷിച്ച ഒരു രാഷ്ട്രമാണ് ഭാരതം. അതുകൊണ്ട് തന്നെ ധാരാളം വൈദേശിക ശക്തികൾ ഭാരതത്തിലെത്തുകയും അവിടെ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്തു. പക്ഷേ അവിടെ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച, ഇവർ വന്നത് ഈ ഭാരതത്തിൻ്റെ മായിട്ട് ചില എന്താ പറയുക കച്ചവട സാധ്യതകളെക്കുറിച്ചോ അല്ലെങ്കിൽ അത്ര വ്യാപാരങ്ങളെക്കുറിച്ചോ ഒക്കെ ആണെന്ന് ധരിച്ചെങ്കിലും, പക്ഷേ ആത്യന്തികമായിട്ട് ഈ കടന്നു കയറിയവരെല്ലാം ചെയ്തതെന്ന് വെച്ചാൽ മതം മാറ്റം ശ്രമിച്ചുകൊണ്ടിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. അതിപ്പോൾ ഇപ്പം
അറേബ്യയിൽ നിന്നുള്ള കടന്നുകയറ്റമായാലും ശരി, യൂറോപ്പിൽ നിന്നുള്ള കടന്നുകയറ്റമായാലും ശരി, ആത്യന്തികമായിട്ട് ഇതിൻ്റെ എല്ലാം ആത്യന്തിക ലക്ഷ്യം മതം മാറ്റമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഭാരതീയ സംസ്കാരത്തെ ഇല്ലാതാക്കിക്കൊണ്ട് വൈദേശികമായിട്ടുള്ള സംസ്കാരത്തെ ഭാരതത്തിൽ കൊണ്ടുവരാനുള്ള ഒരു വളരെ കൃത്യമായൊരു അജണ്ട അതിൻ്റെ പിന്നിലുണ്ടെന്ന്, അത് വേറൊരു വിഷയമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അത് നമുക്ക് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ വിഷയത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം, സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യാനന്ത ഭാരതത്തിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വിഭിന്നമായിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഈ വൈദേശിക ശക്തികൾക്ക് ആധിപത്യം ഉണ്ടായിരുന്നു. അവർക്ക് നേരിട്ട് ഭരണം നടത്താത്ത മേഖലകളിൽ പോലും, ഉദാഹരണം ഞാൻ പറഞ്ഞ തിരുവിതാംകൂർ ഫോർ എക്സാമ്പിൾ ഭരിച്ചിരുന്നത് രാജാവാണ്. പക്ഷേ അതിൻ്റെ പിന്നിലും ബ്രിട്ടീഷുകാരുടെ കൈയുണ്ടായിരുന്നു. കാരണം ഒരു റെസിഡൻ്റായിട്ടൊരു സായിപ്പിനെ വെച്ചിരുന്നു. തീർച്ചയായും അവിടെ തുടങ്ങി നമ്മൾ ആ ചരിത്രത്തിലേക്ക് ഒന്ന് പോകുമ്പോൾ എനിക്ക് പറയാനുള്ള ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 1811. 1811 തിരുവിതാംകൂറിൽ റെസിഡൻ്റായിരുന്ന മൺട്രോ എന്നുള്ള ഒരു സായിപ്പ്, അദ്ദേഹമാണ് ഞാനീ പറഞ്ഞ പ്രക്രിയയുടെ ഈ ഭാരത് സ്വാതന്ത്ര്യത്തിൽ തൊട്ട് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ തുടക്കമിടുന്നത്. അതായത് ഈ മത പരിവർത്തനം വേണ്ട തരത്തിൽ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അതിനുള്ള ഒരു സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ആലോചിച്ചു. എന്തുകൊണ്ടായിരിക്കണം ഭാരതത്തിൽ മതപരിവർത്തനം വേണ്ട തരത്തിൽ വേര് പിടിക്കാത്തതെന്നുള്ളത് അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് അവർ കണ്ടത് പ്രധാനപ്പെട്ട, അത് 1800 മാത്രമല്ല, ഈ 2000 നമുക്കതിനുള്ള ചില റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അത് 1800 പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ സംസ്കാരം, പ്രത്യേകിച്ച് സനാതനധർമ്മം, നമ്മുടെ ജനങ്ങളിൽ ഭാരതീയരായിട്ടുള്ളവരുടെ ആത്മീയത, സ്പിരിച്വാലിറ്റി, ദാറ്റ് ഈസ് മോസ്റ്റ് ഇംപെഡിമെൻറ്റ് ഈ പറഞ്ഞ ഒരു മതപരിവർത്തനത്തിന് ഉള്ള ഒരു പാകപ്പെടുത്തുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഈ ഭാരതത്തിൻ്റെ ആത്മീയതയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ഭാരതത്തിൽ നമുക്കറിയാം വിവിധ ഭാഷ വേഷഭൂഷാദികളോടുകൂടിയാണ് ആൾക്കാർ ജീവിക്കുന്നത്, പല രാജ്യമുണ്ടെന്ന്. പക്ഷേ എന്നാലും ഭാരതം എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക സനാതനധർമ്മത്തിൻ്റെ വേരുകളായിരുന്നു ഭാരതം മൊത്തം പടർന്നു നിന്നിരുന്നത്. അപ്പോൾ ഈ ആധ്യാത്മികതയിൽ ഊന്നിയ ഈ സംസ്കാരത്തെയും ഈ ജനങ്ങളെയും ഒന്നിച്ചു നിർത്തുന്ന ആ സ്പിരിച്വലിസത്തിനെ വേറെടുത്താൽ മാത്രമേ ഒരു മതപരിവർത്തനം കേരളത്തിൽ സാധ്യമാകൂ എന്ന് കണ്ടു. ഞാൻ കേരളത്തിലെ മാത്രമേ പറയുന്നുള്ളൂ, ഭാരതത്തിന്, കാരണം നമ്മുടെ ഈ വിഷയം ഇവിടെ ഒതുങ്ങുന്നതുകൊണ്ട്. അതെ, ഈ വിഷയത്തിലേക്ക് മടങ്ങി വന്നാൽ 1811 ശബരിമല വിഷയത്തിലും സർക്കാരിൻ്റെ അജണ്ട അത് തന്നെയാണ്. തീർച്ചയായിട്ടും ആത്യന്തികമായി അത് നമ്മുടെ 1811 പ്രത്യേകത. അന്ന് ഞാൻ പറഞ്ഞല്ലോ, മൺട്രോ സാഹിബാണ് റെസിഡൻ്റായിട്ട് കേരളത്തിൽ. അപ്പോൾ അദ്ദേഹത്തിന് 1795 ഈ കേരളത്തിൽ പ്രത്യേകിച്ചും ഈ കൺവേർഷന് വേണ്ടിയിട്ട് ലണ്ടൻ മിഷണറീസ് സൊസൈറ്റി എന്ന് പറഞ്ഞ LMS എന്ന് എപ്പോഴും അറിയപ്പെടുന്ന ഒരു സംഘടനയുണ്ട്. അത് 1795 ലണ്ടനിൽ സ്ഥാപിതമായതാണ്. അതിൻ്റെ പ്രവർത്തനം 1798 കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത്, അന്ന് കേരളം നമ്മൾ തിരുവിതാംകൂറാണ്, കന്യാകുമാരിയൊക്കെ ഉൾപ്പെടുന്ന, നാഗർകോവിലൊക്കെ ഉൾപ്പെടുന്ന തിരുവിതാംകൂറിൻ്റെ ആ ഭാഗങ്ങളിൽ അവർ വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുകയും മതം മാറ്റത്തിന് വേണ്ടി ശ്രമം നടത്തുകയും ചെയ്തപ്പോൾ പക്ഷേ അവർ വീണ്ടും വേണ്ട തരത്തിലായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ അവരുടെ റിസർച്ചിൻ്റെ ഫലമായിട്ട് അവർക്ക് കിട്ടിയ കാര്യം, അതായത് ആധ്യാത്മികത തകർക്കുക, ക്ഷേത്രങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ള തലത്തിലേക്കാണ് അവർ ചിന്തിച്ചത്. അപ്പോൾ എന്ത് ചെയ്തു? 1811 മൺട്രോ സാഹിബ് ഒരു ഉത്തരവ് വഴി ഈ തിരുവിതാംകൂർ ഭാഗത്തെ ക്ഷേത്രങ്ങളുടെ സ്വത്തെല്ലാം സർക്കാരിലേക്ക് ലയിപ്പിച്ചു. ഒരു കോമ്പൻസേഷൻ കൊടുക്കാതാണ് ലയിപ്പിച്ചത്, പൂർണ്ണമായിട്ടും ലയിപ്പിച്ചു. പക്ഷേ അന്ന് ഈ സമൂഹം വേണ്ട തരത്തിൽ തിരിച്ചറിഞ്ഞില്ല. എപ്പോഴും നമ്മുടെ സമൂഹം ഈ പറഞ്ഞ കുറച്ചുകൂടെ വിശാലമായ മനസ്സുള്ളവരായിരുന്നുകൊണ്ട് പലപ്പോഴും ചെയ്യുന്നത് നമുക്ക് തെറ്റായിട്ട് വരില്ല അല്ലെങ്കിൽ ഗുണകരമായിരിക്കും എന്നൊരു ധാരണ അന്നും ഉണ്ടായിരുന്നുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല. പക്ഷേ 106 വർഷങ്ങൾ ശേഷം 1917 ഈ തിരുവിതാംകൂറിലുള്ള ഹൈന്ദവ സമാജം ഈ 1811 മൺട്രോ സാഹിബിൻ്റെ ഉത്തരവിനുണ്ടായ ആഘാതം തിരിച്ചറിഞ്ഞത്. വർഷങ്ങളെടുത്തു. അതോടുകൂടി എന്ത് സംഭവിച്ചു? കേരളത്തിലെ ഈ പറഞ്ഞ ക്ഷേത്രങ്ങൾ, തിരുവിതാംകൂറിലെ തെക്ക് ഭാഗത്ത് പ്രത്യേകിച്ചും ഉള്ള ക്ഷേത്രങ്ങളിലെ അന്തിത്തിരി വെക്കാൻ പോലും വകയില്ലാതായി. അന്ന് നമുക്കറിയാം, ഇന്നത്തെ പോലെ ജനങ്ങളുടെ ജീവിതം ഇന്നത്തെ പോലെ ആയിരുന്നില്ല. ഇന്നത്തെ പോലെ ബിസിനസ്സോ സർക്കാർ സർവീസോ IT മേഖലയോ ഇൻഡസ്ട്രി ഒന്നുമില്ല. എല്ലാം ക്ഷേത്ര കേന്ദ്രീകൃതമായിരുന്നു. ടെമ്പിൾ സെൻട്രിക് എക്കോണമി ആയിരുന്നു ഭാരതത്തിൽ മൊത്തം ആ സമയത്ത്. ക്ഷേത്രത്തിനനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ തന്നെ 40% കൂടുതലും സ്വത്തുക്കൾ ക്ഷേത്രങ്ങളുടേതായിരുന്നു. അപ്പോൾ ആ വ്യവസ്ഥയിലാണ് ജീവിച്ചിരുന്നത്, ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും. പക്ഷെ നമുക്കറിയാം കലകൾ പോലും ക്ഷേത്രബന്ധിയായിരുന്നു. തീർച്ചയായും. അപ്പോൾ അത്തരത്തിൽ ജീവിതമെല്ലാം അത് ക്ഷേത്രത്തിൻ്റെ ഈ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ക്ഷീണം തട്ടിയാൽ അല്ലെ ഇല്ലാതായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സമൂഹം മൊത്തം വാടി ഉലയും. അതാണ് അന്ന് സംഭവിച്ചത്. അങ്ങനെ 1917 തിരിച്ചറിഞ്ഞിട്ടാണ് മഹാരാജാവിന് ഒരു പെറ്റീഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഇതിനൊരു പരിഹാരം കാണാൻ ഒരു ശ്രമം പോലും നടത്തിയത്. ഞാൻ പറഞ്ഞു മുതലേ ക്ഷേത്രങ്ങളുടെ സ്വത്തിൽ കണ്ണുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞു, 1811 വരെ തുടങ്ങിയത്. പക്ഷെ അത് അപ്പോൾ ഈ വിധിയിലും നമുക്കത് പരാമർശിക്കാം. വരുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് വരുമ്പോൾ അതിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞ വിഷയം, ഈ പറഞ്ഞ
വളരെ ദീർഘമായ ആസൂത്രണം അല്ലെങ്കിൽ ഗൂഢാലോചനയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞത് 1811 ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് നടന്നത്. LMSനെ ഇവിടെ കൊണ്ടുവരാനും അതിനുശേഷം നമുക്കറിയാം തെക്കൻ കേരളത്തിൽ അല്ലെങ്കിൽ തെക്കൻ തിരുവിതാംകൂർ ഭാഗത്ത് ഒരു സമൂഹത്തെ ഏതാണ്ട് മൊത്തത്തിൽ തന്നെ മതപരിവർത്തനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. നാടാർ സമൂഹം. ഈ കേരളത്തിൻ്റെ ചരിത്രം നോക്കിയാൽ വിവിധ ജാതി സമൂഹങ്ങളുണ്ട്, നമുക്കറിയാം. ഏറ്റവും കൂടുതൽ മതപരിവർത്തനത്തിന് അടിമപ്പെടേണ്ടി വന്നൊരു സമൂഹമായിരുന്നു നാടാർ സമൂഹം. നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു വിഷയമുണ്ട്. 2003 കാലഘട്ടത്തിൽ നമ്മുടെ ഏറ്റവും നമ്മളൊക്കെ ആദരിച്ചുകൊണ്ടിരുന്ന കാഞ്ചി കാമകോടി പീഠാധിപതി ജയേന്ദ്ര സരസ്വതി സ്വാമികളുടെ നേരെ ഇല്ലാത്ത കുറ്റം ആരോപിച്ചുകൊണ്ട് അതിക്രൂരമായ രീതിയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നൊക്കെ നമ്മൾ കണ്ടു. കൊലക്കുറ്റമാണ് ആരോപിച്ചത്. അന്ന് പത്രമാധ്യമങ്ങളൊക്കെ ആഘോഷിച്ച് നമ്മൾ കണ്ടു. എത്രയോ ഹീനമായൊരു സംഭവമായിരുന്നു. പക്ഷേ ഈ തെറ്റായൊരു കുറ്റാരോപണം ശരിയെന്ന് പോലും പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹം പലപ്പോഴും നമ്മുടെ സമാജം പലപ്പോഴും തെറ്റുകളെ തിരിച്ചറിയാൻ വൈകുന്നു എന്നുള്ളതിൻ്റെ മറ്റു സംഭവമാണതും. അപ്പോൾ അന്ന് വളരെ കുറച്ച് പേർ മാത്രമേ വേണ്ട തരത്തിൽ പ്രതികരിച്ചിട്ടുള്ളൂ. പലരും തെറ്റിദ്ധരിച്ചു സ്വാമി ഇത് ഇത്തരം ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ തീർച്ചയായിട്ടും നമ്മുടെ സംഘടനകളൊക്കെ ശക്തമായി പ്രതികരിച്ചു, അതിന് യാതൊരു സംശയമില്ല അത്തരത്തിൽ. പക്ഷേ സമൂഹം ഇന്നിപ്പോൾ ശബരിമല വിഷയത്തിൽ തന്നെ സമൂഹം രണ്ടായിട്ട് നിൽക്കുന്ന പോലെ അന്നും ഇത്തരം ഉണ്ടായിരുന്നു. ഇന്നും അതേപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ തെറ്റ് തിരുത്തപ്പെടും, സമൂഹം മൊത്തത്തിൽ തിരിച്ചറിയുന്നു. പക്ഷേ കുറച്ച് വൈകിക്കഴിഞ്ഞാൽ തിരിച്ചറിവുണ്ടാവും എന്നുള്ള യാതൊരു സംശയമില്ല. നമ്മൾ ഈ ചരിത്രം എല്ലാം അങ്ങനെയാണ് കാണിക്കുന്നത്. 2014 നവംബർ മാസം മാതാ അമൃതാനന്ദമയുടെ നേരെ നമ്മളെല്ലാം കണ്ടാണ് ഗ്രേറ്റ് ട്രെഡ്വെൽ എന്നുള്ള സ്ത്രീ 17 വർഷങ്ങൾക്ക് മുമ്പ്, അതൊന്ന് ആലോചിച്ച് നോക്കണം. 17 വർഷങ്ങൾ മുമ്പാണ് ആ സ്ത്രീ മഠത്തിൽ നിന്ന് വിട്ടുപോയത്. 17 വർഷങ്ങൾ ശേഷമാണ് അവർ ആരോപണം ഉന്നയിക്കുന്നത്. ഇതേപോലെ നമ്മളിപ്പോൾ ശബരിമലയുടെ വിധി വന്ന് 1991 2006 സുപ്രീം കോടതി സമീപിക്കുന്നു പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഒരു ഗൂഢാലോചന ഭാഗമായിട്ട് അവരല്ല തയ്യാറാക്കിയെന്ന് പിന്നീട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് യൂറോപ്പിലുള്ളൊരു സ്ത്രീ എഴുതിയ ലേഖനം ഇവരുടേതെന്നുള്ള രീതിയിൽ ഇൻ്റർനെറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചില തൽപര കക്ഷികൾ അതിൻ്റെ പ്രിൻ്റ് എടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തതെന്നൊക്കെ പിന്നീട് നമ്മൾ അറിഞ്ഞു. അപ്പോൾ അത് എവിടെ പോയി നിന്നു എന്നിട്ട് അവസാനം അമ്മയുടെ പേരിൽ ആരോപണം അത് പല മാധ്യമങ്ങളും ആഘോഷിച്ചാണ് നമ്മളെല്ലാം കണ്ടു. അപ്പോൾ ഇന്ന് അവർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നോക്കി അറിയാൻ പറ്റും. പിന്നെ എത്രയോ ഈ തിരുവനന്തപുരത്ത് തന്നെ ഒരു സ്വാമിയുടെ ലിംഗച്ഛേദനം ചെയ്ത വാർത്ത നമ്മൾ വന്നു. പിന്നീട് നമ്മൾ അറിഞ്ഞു. അപ്പം ലിംഗച്ഛേദനം ചെയ്ത അപ്പം തന്നെ കേരള മുഖ്യമന്ത്രി, ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന കേരള മുഖ്യമന്ത്രി പോലും പറയുന്നത് കുറ്റം ചെയ്ത ആളിന് ശിക്ഷ ലഭിച്ചു എന്നാണ് പറയുന്നത്. ലിംഗച്ഛേദനം അദ്ദേഹം എന്തോ കുറ്റം ചെയ്തു, ഉടനെ അദ്ദേഹം ശിക്ഷ ലഭിച്ചു എന്നാണ്. ആലോചിച്ച് നോക്കൂ. ആ കേസ് പോലും എവിടെ എത്തി ഇല്ല. അദ്ദേഹം പിന്നീട് നടന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു. ആ യുവതി ഈ ആക്ഷേപിക്കപ്പെട്ട അല്ല ആരോപിക്കപ്പെട്ട ആ യുവതി പിന്നീട് പറഞ്ഞു സ്വാമി നിരപരാധിയാണ്, സ്വാമി ഒരു കുറ്റവും ചെയ്തിട്ടില്ല, സ്വാമിയുടെ ലിംഗച്ഛേദനം ചെയ്തത് ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ആ പ്രതിയെ പിടിക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. അപ്പോൾ അങ്ങനെ നിരവധി. ഈ സെപ്റ്റംബർ 28 സുപ്രീം കോടതി ഉത്തരവിന് പിറകിൽ ഒളിച്ചിരിക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് ഇപ്പോഴും ഹൈന്ദവ സമൂഹത്തിന് വ്യക്തതയില്ല. എല്ലാവരും കരുതുന്നത് ശബരിമല ക്ഷേത്രത്തെ മാത്രമാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്, അല്ലേ? പക്ഷേ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളെയും ബാധിക്കുന്ന പല പരാമർശങ്ങളും ഈ വിധിയിലില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇത് ശരിക്കും സസൂക്ഷ്മം നമ്മളെ വിധി പരിശോധിച്ചാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശബരിമല യുവതി പ്രവേശനപ്പുറം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്ഷേത്ര വിശ്വാസത്തെ തന്നെ ക്ഷേത്രവിശ്വാസത്തിൻ്റെ അടിവേരിറക്കുന്ന തരത്തിലുള്ള ഒരു വിധിയാണത്. അതിൻ്റെ ഓരോ ഘടകങ്ങളും നമ്മളെടുത്ത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പെറ്റീഷൻ എന്തിനാണ് ആസ്പദമാക്കിയത്? അതൊരു മിഥ്യാധാരണയാണ്. അതായത് യുവതി ഈ അയ്യപ്പൻ്റെ വിഗ്രഹത്തിൽ കടന്നു പിടിച്ചെന്നും മറ്റുള്ള ആരോപണം മുതൽ നമ്മൾ കാണേണ്ട കാഴ്ചയാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിസ് തന്നെ തെറ്റാണ്. അവിടുന്ന് അങ്ങോട്ട് അതിൽ തന്നെ കക്ഷി ചേർന്നിരിക്കുന്നവരാരൊക്കെയാണ് നമ്മൾ തിരിച്ചറിയണം. അതായത് ഈ 2006 കൊടുത്ത ഒറിജിനൽ പെറ്റീഷന് കക്ഷി ചേർന്ന് അവർക്ക് അനുകൂലമായ നിലപാടെടുത്തത് ഭൂമാതാ മൂവ്മെൻറ്റ് തൃപ്തി ദേശായിയുടെ അറിയേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ ഹാപ്പി ടു ബ്ലീഡ് എന്നുള്ള ഓർഗനൈസേഷനാണ്. അതായത് ക്ഷേത്രത്തിനുള്ളിൽ മാസമുറ സമയത്ത് പ്രവേശിക്കാനും അവിടെ രക്തം വാർന്നൊഴുകാനായിട്ട് സന്തോഷിക്കുന്നു എന്ന് പറയുന്ന സംഘടനയാണ്. അപ്പോൾ അവിടെ മുതലാണ് തെറ്റുകളുടെ ഒരു കൂമ്പാരം ആരംഭിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും കോടതി ഈ കേസിൽ ഇടപെട്ടതും ഇത്തരമൊരു വിധി കൊണ്ടുവന്നതിനും ഒരു പശ്ചാത്തലം ഒരുക്കിയതിനും ഒരു കാരണം? ഈ പെറ്റീഷൻകാർ പറയുന്നൊരു കാര്യമുണ്ട്. കേരള സർക്കാരിൽ നിന്നും 46 ലക്ഷം രൂപ ഓരോ വർഷാസനമായിട്ട് ആനുവിറ്റി ആയിട്ട് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊടുക്കുന്നു.
അങ്ങനെ സർക്കാർ പണം കൈപ്പറ്റുന്ന ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങൾ ഒരിക്കലും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നും ആവില്ല, അത് പബ്ലിക് പ്രോപ്പർട്ടിയാണ്. ഗുഡ് ആസ് എനി കോമൺ റോഡ് ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് കോടതിക്ക് ഇടപെടാം എന്നുള്ള ഇത് വന്നതും അതാണ്. അത് ഒരു അപകടമാണ്. ആ അപകടം നമ്മളിന്ന് തിരിച്ചറിയണം. അതാണ് ആദ്യമേ ഇതിൻ്റെ മറ്റപകടങ്ങൾ തിരിച്ചറിയുന്നതോടൊപ്പം ഇവർ ചെയ്തു വെച്ച അപകടം തിരിച്ചറിഞ്ഞ് അതിനുള്ള എന്താ പറയുക, അതിനുള്ള റെമഡി കാണേണ്ടത് നമ്മുടെ സമൂഹമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 1811 ക്ഷേത്രം ഏറ്റെടുക്കലുമായിട്ടൊരു ബന്ധമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 1917 തിരിച്ചറിഞ്ഞ് മഹാരാജാവിന് ഒരു പെറ്റീഷൻ കൊടുക്കുകയാണ്. ഇത്തരം ഈ 1811 ഈ പ്രൊക്ലമേഷൻ മൂലം എല്ലാം നഷ്ടപ്പെട്ടവരായി, ക്ഷേത്രങ്ങൾക്കൊന്നുമില്ലാതായി, അന്ത്യത്തിരിക്ക് വകയില്ലാതായി, അതുകൊണ്ട് എന്തെങ്കിലും കുറച്ച് ധനമെങ്കിലും ഈ ക്ഷേത്രങ്ങൾ കൊടുക്കാൻ ഉത്തരവാകണം എന്ന് അപേക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു കമ്മീഷനെ വെക്കുകയും കമ്മീഷൻ അന്വേഷിച്ചപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി. ലക്ഷോപലക്ഷം കോടി രൂപയുടെ സ്വത്താണ് ഒരു ഉത്തരവിലൂടെ സർക്കാരിലേക്ക് കണ്ടുകെട്ടിയതെങ്കിൽ തുലവും അതിൻ്റെ പലിശ പോലും വരാത്ത ഒരു ചെറിയൊരു എമൗണ്ടാണ്. കോമ്പൻസേഷൻ അല്ല, ചെറിയൊരു സംഖ്യയാണ്. നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ടാണ് ആനുവിറ്റി ആയിട്ട് കൊടുത്തത്. അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന ആ തുകയാണ് ഈ 46 ലക്ഷം എന്ന് പറയുന്നത്. അതായത് കോടാനുകോടി രൂപയുടെ സ്വത്തുക്കൾ ക്ഷേത്രങ്ങളെ പിടിച്ചെടുത്തപ്പോൾ അതിന് കോമ്പൻസേഷൻ പോലും കൊടുക്കാതെ കൈവശം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പലിശയിൽ പോലും താഴെയുള്ള ചെറിയൊരു എമൗണ്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ഔദാര്യമല്ല, അത് ക്ഷേത്രങ്ങളുടെ അവകാശമാണ്. പക്ഷേ അത് ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്ന ഒരു ഔദാര്യം നിലയിൽ കണ്ടുകൊണ്ടാണ് ഇത് പബ്ലിക് പ്ലേസ് ആയിട്ട് വന്നതും അതിനെ വേണ്ട തരത്തിൽ അന്ന് കോടതി കണ്ടില്ല എന്നുള്ളതും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പിന്നെ വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ യുവതി പ്രവേശനം അപ്പുറം ഈ വിധിയിൽ വന്നിരിക്കുന്നത് ഈ ക്ഷേത്രം ഒന്ന് പബ്ലിക് പ്ലേസിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്. പബ്ലിക് പ്ലേസ് ആയതിൻ്റെ സാഹചര്യം ഇങ്ങനെയാണ്. അപ്പോൾ അത് പബ്ലിക് പ്ലേസ് ആയതോടുകൂടി എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും സർക്കാർ തീരുമാനിക്കും. ഇനി അവിടുത്തെ പൂജ നടത്തേണ്ടത് ഇപ്പം നമ്മൾ യുവതി പ്രവേശന വിഷയം വരെ എത്തിയിട്ടുള്ളൂ. നാളെ ചിലപ്പോൾ കോടതി തീരുമാനിക്കും ഏത് തരത്തിലുള്ള പൂജ നടത്തണം. അല്ല, അത് ചില മന്ത്രിമാർ പറയുകയും ചെയ്തല്ലോ, തന്ത്രിമാരെ നിൽക്കട്ടെ വേറെ ആളെ കൊണ്ടുവരുന്നു വരെ പറഞ്ഞല്ലോ. പറഞ്ഞു, അതെ, അതിനും കാര്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പബ്ലിക് പ്ലേസ് ആയിട്ട് ഇതിനെ വ്യാഖ്യാനിക്കപ്പെട്ടതോടുകൂടി ക്ഷേത്രത്തിൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന എന്താ അതിന് പറയുക, അതിൻ്റെ ഒരു ചൈതന്യം, അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കൺട്രോള് എല്ലാം നഷ്ടപ്പെട്ടു ക്ഷേത്രങ്ങൾ. അതായത് ഈ ഒരു ഭക്തജനങ്ങളും അല്ലെങ്കിൽ വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ ക്ഷേത്രത്തിന് യാതൊരു വ്യത്യാസമില്ലാതെ അവിശ്വാസികൾക്കും ക്ഷേത്രത്തിനുള്ളിൽ എന്തും ചെയ്യാം എന്നുള്ള തലത്തിൽ കാര്യങ്ങൾ നീങ്ങുകയാണ്. അങ്ങനെ അവിശ്വാസികൾക്കും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാം എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിധിയുടെ മറവിൽ ഈ കേരള സർക്കാർ പല യുവതികളെയും വേഷം കെട്ടിച്ചുകൊണ്ടെന്നൊക്കെ നമ്മൾ കണ്ടു. അവർ വിശ്വാസികളല്ലായിരുന്നു നമുക്കറിയാം. കാരണം പബ്ലിക് പ്ലേസ് ആയതുകൊണ്ട് വിശ്വാസികൾ മാത്രമല്ല അവിശ്വാസികൾ സ്ഥാനമുണ്ട് എന്ന് വരുത്തി തീർക്കായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് നമ്മൾ കാണണം. പിന്നെ രണ്ടാമത് ഈ ക്ഷേത്രത്തിൻ്റെ ഡയറ്റി, പ്രതിഷ്ഠ, അത് ദേവനായാലും ദേവിയായാലും അതിനൊരു ലീഗൽ റൈറ്റ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ സ്വത്തിനെ സംബന്ധിച്ചൊരു കേസ് വന്നാൽ ഈ ദേവനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും, ആരെങ്കിലും ആയിരിക്കും. പക്ഷേ ദേവനാണ് അവിടെ കേസ് കൊടുക്കുന്നത്. അപ്പോൾ ദേവനെതിരെ സൂട്ട് കൊടുക്കാനും ദേവന് അനുകൂലമായിട്ട് സൂട്ട് കൊടുക്കാനും വരെ ലീഗൽ പേഴ്സണായിട്ട് ഈ ദേവനെ വർഷങ്ങളുള്ള കോടതി വിധികൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത് ഈ വിധിയോടുകൂടി ഇല്ലാതാകുകയാണ്. ഇതിനകത്ത് പ്രത്യേകം ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ പരാമർശം തന്നെ അതിൻ്റെ വിധിന്യായത്തിൽ പേജ് നമ്പർ 103 മുതൽ 106 വരെ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് ലീഗൽ പേഴ്സൺ ഉള്ളതിൻ്റെ ആ റൈറ്റ് ഈ ദേവൻ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റും, സ്വത്തിൻ്റെ അവകാശം ദേവൻ നഷ്ടപ്പെടുകയാണ്, സ്വത്തിന് അവകാശം ഇല്ലാതാകുകയാണ്. ലീഗൽ റൈറ്റ് ഇല്ല. അപ്പം നമുക്ക് നമ്മുടെ സ്വത്തിനുള്ള അവകാശം ഉണ്ടെങ്കിൽ സ്വത്തിന് അവകാശമില്ല. ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ അതായത് ആ ക്ഷേത്രവും ക്ഷേത്രപരിസരവും ക്ഷേത്ര സ്വത്തുക്കളുടെയും എല്ലാം പൂർണ്ണമായിട്ട് അധികാരം ദേവൽ നിക്ഷിപ്തമല്ലേ എന്ന ചോദ്യം ഈ വാദത്തിനിടയ്ക്ക് ചോദിച്ചപ്പോൾ ഈ നമ്മുടെ ജഡ്ജിമാർ പറഞ്ഞത് അതിനൊന്നും അവകാശമൊന്നുമില്ല, സൂട്ട് കൊടുക്കാനായിട്ട് വേണമെങ്കിൽ അവകാശം ഉണ്ടാകാവുന്നതാണ്. അതായത് പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെടുന്നതിന് ഉള്ള സാഹചര്യം ഇന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തന്ത്രി എപ്പോഴും ഈ ദേവൻ്റെയോ അല്ലെ ദേവിയുടെ പിതാവായിട്ടായിരുന്നു കണക്കാക്കപ്പെടുന്നത്. കാരണം പ്രാണപ്രതിഷ്ഠയാണ് നടത്താറുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പ്രതിസ്ഥാനത്തായിരുന്നു തന്ത്രി. ആ തന്ത്രി ഒരിക്കലും മാറ്റാൻ പറ്റുന്ന ഒന്നല്ല. ഒരു പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞാൽ ചരിത്രത്തിൽ ഇതുവരെ തന്ത്രിമാരെ മാറ്റിയ സാഹചര്യം അല്ല. തന്ത്രി മാറും, ആൾ മാറും, പക്ഷേ അതിന് അവകാശികൾ ആരോ, ചിലപ്പോൾ ഒരു കുടുംബമായിരിക്കാം, അത്തരത്തിൽ അവർ നിലനിർത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ സാഹചര്യം. പക്ഷേ ആ അവകാശം എടുത്തു കളഞ്ഞിരിക്കുക. ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ തന്നെ വിധിന്യായത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വേർഡുണ്ട്, ഇൻ കൊട്ടേഷൻസ്, there is a fictitious belief that Tantri is the father of the deity. There is a fictitious belief. അപ്പോൾ അതുകൊണ്ട് തന്ത്രിക്ക് ആ ദേവനിൽ ഉള്ള അവകാശം അല്ലെങ്കിൽ തന്ത്രിയും ദേവനും തമ്മിലുള്ള ബന്ധം മുറിക്കപ്പെട്ടു. നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയാണ്.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ പൂജാതി കർമ്മങ്ങളിലും എല്ലാം തീരുമാനമെടുത്തിരുന്ന തന്ത്രിക്ക് അവിടെ അധികാരമില്ലെന്ന് വന്നാൽ പിന്നെ ആരായിരിക്കും ക്ഷേത്ര തീരുമാനമെടുക്കുക? ദേവപ്രശ്നത്തിലൊന്നും ഒരു കാര്യമില്ല അല്ലേ? കാര്യമില്ല. കാരണം ഈ ദേവപ്രശ്നമല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഇനി കോടതിയാണെന്നാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പം ശബരിമല തന്നെ നമുക്കറിയാം, 18ാം പടി പുതുക്കി പണിയുന്നതിനും കൊടിമരം മാറ്റുന്നതിനും തുടങ്ങി സ്വർണം പൂശുന്നതിനും പൊതിയുന്നതിനും ഒക്കെ ആയിട്ട് എല്ലാ കാര്യങ്ങൾക്കും ദേവപ്രശ്നം നടത്താറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിലും. പക്ഷേ ഇപ്പോൾ യുവതീ പ്രവേശം പോലും നടത്തിക്കൊണ്ടിരുന്ന അങ്ങനെയാണ്. നമ്മൾ കാലാകാലങ്ങളുടെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നിലനിന്നിരുന്ന ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ചില വിശ്വാസങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൊതുജനാഭിപ്രായം, ഭക്തജനങ്ങളുടെ അഭിപ്രായം, അവിടുത്തെ ക്ഷേത്ര ഭരണാധികാരികളും തന്ത്രിയും എല്ലാം കൂടി ആലോചിച്ച ശേഷം അതിൻ്റെ ദേവൻ്റെ ഹിതം അറിയുക എന്നുള്ളതായിരുന്നു. ദേവഹിതം അറിഞ്ഞിട്ടായിരുന്നു മാറ്റങ്ങൾ വരുത്തിയിരുന്നെങ്കിൽ ഇന്ന് കോടതിയാണ് ഹിതം തീരുമാനിക്കുന്നത്. കോടതി ഹിതം അനുസരിച്ചാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ആചാരാനുഷ്ഠാനങ്ങളുടെ കടക്കൽ കത്തിവെച്ചു. ശബരിമല കർമ്മസമിതി സംസ്ഥാന ജനറൽ കൺവീനർ ശ്രീ SJR കുമാറുമായുള്ള അഭിമുഖം ഇവിടെ പൂർണ്ണമാവുന്നില്ല. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.